കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, കുട്ടികളുടെ അവകാശങ്ങൾ. ഒന്ന്, വായു. ശുദ്ധമായ വായു ലഭിക്കുന്ന, വായു സഞ്ചാരമുള്ള പഠനമുറികൾ, താമസ സ്ഥലങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക. അത് കുട്ടികളുടെ അവകാശങ്ങളാണ്. അതുപോലെ രണ്ടാമത്തതാണ് ജലം. ശുദ്ധമായ ജലം. കുട്ടികൾക്ക് എത്ര ആണോ ആവശ്യമുള്ളത് ജലം, അത്ര ജലം കുട്ടികൾക്ക് നൽകുന്നത് കുട്ടികളുടെ അവകാശങ്ങളാണ്. അതുപോലെ മറ്റൊന്നാണ് ഭക്ഷണം. പോഷകസമ്പന്നമായ, ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള നല്ല, കുട്ടികളുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം നൽകൽ കുട്ടികളുടെ ആവശ്യമാണ്, കുട്ടികളുടെ അവകാശങ്ങളാണ്. അതുപോലെ നാലാമത്താണ് വ്യായാമം. കുട്ടികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമായ വ്യായാമങ്ങൾ, മറ്റുള്ള ആക്ടിവിറ്റീസുകൾ, അതും കുട്ടികളുടെ അവകാശങ്ങൾ തന്നെയാണ്. അതുപോലെ മറ്റൊന്നാണ് വിശ്രമം. ആവശ്യത്തിനുള്ള വിശ്രമം, ഉറക്കം, അതും കൃത്യമായ രൂപത്തിൽ നൽകുക. അത് കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്കും ആവശ്യമാണ്, അവകാശവും കൂടിയാണ്. അതുപോലെ മറ്റൊന്നാണ് വിസർജനം. കൃത്യമായ മലം, മൂത്രം വിസർജനം, ഇതിൻ്റെ കൃത്യമായ നിർവഹണം. അതുപോലെ മറ്റൊന്നാണ് മാനസിക ആവശ്യങ്ങൾ. മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന്, സ്നേഹം. രക്ഷിതാക്കൾ, അതുപോലെ അധ്യാപകർ, വീട്ടുകാർ, നാട്ടുകാർ, സമൂഹത്തിൻ്റെ സ്നേഹം പ്രകടനത്തിലൂടെ തന്നെ കുട്ടികൾക്ക് ലഭിക്കണം. അതുപോലെ മറ്റൊന്നാണ് അംഗീകാരം. കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊക്കെ നമ്മൾ കുട്ടികളെ അത് അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ മറ്റൊന്നാണ് സ്വാതന്ത്ര്യം. കുട്ടികൾക്ക് ചെറിയ ചെറിയ സ്വന്തം തന്നെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായം പറയാനുള്ള അവകാശങ്ങളും, വീട്ടിൽ തന്നെ നടക്കുന്ന വലിയ കാര്യങ്ങൾക്ക് പോലും അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചാൽ അവരുടെ മാനസികമായ വളർച്ച ഉണ്ടാകുകയും നമ്മളെ കൂടെ അവർ നിൽക്കുകയും ചെയ്യും. അതുപോലെ മറ്റൊന്നാണ് വിജയം. ചെറിയ ചെറിയ വിജയങ്ങൾ, സ്കൂളുകളിലോ മദ്രസകളിലോ അവർക്കുണ്ടാകുന്ന ചെറിയ വിജയങ്ങൾക്ക് പോലും നമ്മൾക്ക് പ്രോത്സാഹനം നൽകുകയും അംഗീകാരം നൽകിയാൽ വലിയ വിജയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ മറ്റൊന്നാണ് സുരക്ഷിതത്വം. എപ്പോഴും കുട്ടികൾക്ക് ഞാൻ എൻ്റെ രക്ഷിതാക്കളുടെ കയ്യിൽ, അധ്യാപകരുടെ കയ്യിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ സുരക്ഷിതനാണ് എന്നുള്ള ആ ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക.